السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജിൻ്റെയും ഉംറയും അതിൻ്റെ ആദ്യത്തെ ഭാഗമായ ഇഹ്റാമിനെ കുറിച്ചും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദിക്റായ തൽബിയത്തിനെ കുറിച്ചുമാണ് നാം സംസാരിച്ചു വെച്ചത്. കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ ഹജ്ജിൻ്റെ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഒരുപാട് ആളുകൾ ആ പരിശുദ്ധ കർമ്മത്തിനു വേണ്ടി ആ പ്രദേശത്ത്, പുണ്യമാക്കപ്പെട്ട പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, പല ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെയായി ഒരുപാട് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ ആ പരിശുദ്ധ കർമ്മത്തിനു വേണ്ടി യാത്രയായി കൊണ്ടിരിക്കുകയാണ്. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയും അതോടൊപ്പം ഓരോ കർമ്മവും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ പ്രതിഫലം എന്താണ് എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. മീഖാത്തിൽ നിന്നും ഇഹ്റാം കഴിഞ്ഞ് നാം നേരെ പോകുന്നത് പരിശുദ്ധ മക്കയിലേക്കാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ദിക്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. ഉംറയാണെങ്കിൽ കഅബാലയം കാണുന്നതുവരേക്കും, ഹജ്ജാണെങ്കിൽ ജംറയിൽ കല്ലെറിയുന്നതുവരേക്കുമാണ് തൽബിയത്ത് ചൊല്ലേണ്ടത്. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധ മക്കയിലേക്ക് ഹാജിമാർ പോവുക. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജിന് 3 രൂപങ്ങളുണ്ട്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രീതിയെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ 3 രൂപങ്ങളാണ് പറയുന്നത്. ഉംറക്ക് നമുക്കറിയാം സാധാരണ ഒറ്റ രൂപം മാത്രമാണുള്ളത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഉംറയിലേക്ക് ഇഹ്റാമിലൂടെ നിയ്യത്ത് വെച്ചുകൊണ്ട് പ്രവേശിക്കുന്നുവെങ്കിൽ ഹജ്ജിന് 3 രൂപങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ രൂപം ഇഫ്രാദാണ്, രണ്ടാമത്തേത് ഖിറാനാണ്, മൂന്നാമത്തേത് തമത്തു ആണ്.
ഈ 3 രൂപങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിലൂടെയായിരിക്കണം ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത്, നിയ്യത്ത് വെക്കേണ്ടത്. എന്താണ് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ? ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്ത് നിയ്യത്ത് ചെയ്യുന്ന രൂപത്തിനാണ് ഇഫ്രാദ് എന്ന് പറയുക. അഥവാ മീഖാത്തിൽ വെച്ച് ലബ്ബൈക ഹജ്ജൻ എന്ന് പ്രവേശിച്ചുകൊണ്ട് ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജ് പൂർത്തിയാകുന്നതുവരെ അവൻ ഇഹ്റാമിൽ തന്നെ തുടരണം. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ബലിയെറുക്കൽ നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ സാധാരണയായി ഈ ഒരു രീതി സ്വീകരിക്കുക മക്കയിൽ സ്ഥിരമായി താമസിക്കുന്നവരോ അതല്ലെങ്കിൽ സൗദി അറേബ്യയിലെ മക്കയോടടുത്ത് നിൽക്കുന്ന പ്രദേശത്തുള്ളവരോ ജിദ്ദയിലൊക്കെ താമസിക്കുന്നവരും ഇനി അതേപോലെ തന്നെ ഹജ്ജിന്റെ ദിവസങ്ങളിൽ മാത്രം എത്തിപ്പെട്ട് ദുൽഹിജ്ജ 8 അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അവിടെ എത്തിപ്പെട്ട് ഹജ്ജ് കഴിഞ്ഞ ഉടൻ തിരിച്ചു വരുന്നവർ, അങ്ങനെയുള്ള ആളുകൾ സ്വീകരിക്കുന്ന രീതിയാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ രൂപം ഖിറാനാണ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്യുന്നതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. അഥവാ മീഖാത്തിൽ വെച്ച് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ലബ്ബൈക ഉംറത്തൻ വ ഹജ്ജൻ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കും. ഉംറ കഴിഞ്ഞാൽ പിന്നെ മുടിയെടുക്കുകയോ ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെക്കുകയോ ചെയ്യാൻ പാടില്ല. ഹജ്ജ് കഴിയുന്നതുവരെ ഇവർ ഇഹ്റാമിലായിരിക്കണം. എന്നിട്ട് ദുൽഹിജ്ജ 8 മിനയിലേക്ക് പുറപ്പെടുകയും ഹജ്ജിന്റെ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യണം. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നവന് ബലിയെറുക്കൽ നിർബന്ധമാണ്. ഇത് കുറച്ച് കൂടുതൽ പ്രയാസമുള്ള രീതിയാണ്. ഒറ്റ ഇഹ്റാമേ ഉള്ളൂ, ഒറ്റ നിയ്യത്തേ ഉള്ളൂ. ആ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉംറ ചെയ്ത് എന്നാണോ ഹജ്ജ് ചെയ്യുന്നത് ആ ഹജ്ജ് പരിപൂർണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവന് തഹല്ലുലാകാൻ കഴിയുകയുള്ളൂ. അഥവാ ദുൽഹിജ്ജ 8 ദിവസങ്ങൾക്ക് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ പരിശുദ്ധ മക്കയിൽ എത്തിപ്പെടുകയും അവൻ ഹജ്ജ് പിന്നെ ഉംറ നിർവഹിക്കുകയും ചെയ്തു. ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തഹല്ലുലാകാൻ പാടില്ല, എന്ന് പറഞ്ഞാൽ മുടിയെടുക്കാൻ പാടില്ല. പിന്നെ ദുൽഹിജ്ജ 8 വരെ അവൻ അവിടെ തന്നെ താമസിക്കണം, ഇഹ്റാമിൽ തന്നെ താമസിക്കണം. ഇഹ്റാമിൽ എന്തൊക്കെ അനുവദിച്ചോ അതുമാത്രമാണ് അവൻ അനുവദനീയം. ഇഹ്റാമിൽ എന്തൊക്കെ നിഷിദ്ധമായിട്ടുണ്ടോ അതൊക്കെയും അവന് നിഷിദ്ധമാണ്. ആ രൂപത്തിൽ ഹജ്ജ് കഴിയുന്നതുവരെ അവൻ ഇഹ്റാമിൽ കഴിയണം. അഥവാ ഉംറക്കും ഹജ്ജിനും വേണ്ടി ഒന്നിച്ച് ഇഹ്റാം ചെയ്യുന്ന രീതിയാണ് ഖിറാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ രൂപമാണ് തമത്തു എന്നത്. മീഖാത്തിൽ വെച്ച് സാധാരണ പോലെ നമ്മൾ ഉംറക്ക് പോകുന്നത് പോലെ തന്നെ നമ്മളൊക്കെ സാധാരണ ഉംറക്ക് പോകുന്ന രീതിയാണ്. മീഖാത്തിൽ വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉംറക്ക് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കും. എന്നിട്ട് ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉംറയിൽ നിന്ന് തഹല്ലുലാകും. എന്നിട്ട് മക്കയിൽ സാധാരണ പോലെ താമസിക്കും. പിന്നീട് ദുൽഹിജ്ജ 8 എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് അവൻ ഇഹ്റാം ചെയ്യും. അഥവാ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ട് ദുൽഹിജ്ജ 8 മിനയിലേക്ക് അവൻ പുറപ്പെടും. അഥവാ മീഖാത്തിലേക്ക് പിന്നീട് അവൻ പോകേണ്ടതില്ല. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നവനും ബലിയെറുക്കൽ നിർബന്ധമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഈ രീതിയാണ് സ്വീകരിക്കുക. ഇപ്പോ ഈ സമയത്തൊക്കെ മക്കയിൽ എത്തിപ്പെട്ട ആളുകളുണ്ടല്ലോ. സാധാരണ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പേ ഒരു പക്ഷേ ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തിപ്പെടുന്ന ആളുകളുണ്ട്, ആഴ്ചകൾക്ക് മുമ്പേ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അവരാദ്യം ഉംറ നിർവഹിക്കും, എന്നിട്ട് തഹല്ലുലാകും, ഉംറ പൂർത്തിയാക്കും, മുടിയെടുക്കും, തഹല്ലുലാകും. എന്നിട്ട് സാധാരണ പോലെ അവിടെ താമസിക്കും. അവർ മദീനയിലേക്ക് പോകും, മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ അവർക്ക് പോകാം. എന്നിട്ട് ദുൽഹിജ്ജ 8 അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കും.
ഇപ്പൊ മക്കയിൽ അവരുടെ റൂമിലാണെങ്കിൽ ആ റൂമിൽ വെച്ചാണ് ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ദുൽഹിജ്ജ 8-ന് മിനയിലേക്ക് പോകുന്ന രീതി. ഇതാണ് തമത്തു എന്ന് പറഞ്ഞാൽ. ഈ രീതിയാണ് ഏറ്റവും എളുപ്പമായ രീതി. തമത്തു എന്ന് പറഞ്ഞാൽ തന്നെ മത്താ, എളുപ്പമായത്, സുഖമെടുക്കുന്നത്, സന്തോഷമാകുന്നത് എന്നർത്ഥം. അഥവാ പ്രയാസപ്പെടാതെ തന്നെ ഒരാൾക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പറ്റുന്ന രീതി. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കണം ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ശരി, നേരെ പോകുന്നത് പരിശുദ്ധ മക്കയിലേക്കാണ്, ഉംറ നിർവഹിക്കാനാണ്. ഇപ്പൊ തമത്തു ആയ രീതിയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉംറ നിർവഹിക്കാനാണ് നമ്മളിപ്പോ, അല്ലെങ്കിൽ ഹാജിമാരിപ്പോ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് തമത്തു ആയ രീതിയിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്രാവശ്യം അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം 25 ലക്ഷത്തോളം ആളുകൾ ഹജ്ജിന് വേണ്ടി വരുമെന്നാണ്. 25 ലക്ഷത്തോളം ആളുകളെ സ്വീകരിക്കാൻ, ഹാജിമാരെ സ്വീകരിക്കാൻ മക്ക ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ്. ആ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മക്കയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ദിക്റുകളുടെയും ദുആകളുടെയും ഇബാദത്തിന്റെയും ഒക്കെ കേന്ദ്രമാണ് പരിശുദ്ധമായ മക്ക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധമായ കഅബയുണ്ട് അവിടെ, മസ്ജിദുൽ ഹറമുണ്ട് അവിടെ, അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്, മഖാമു ഇബ്രാഹിം ഉണ്ട്, സംസം ഉണ്ട്, അതേപോലെ തന്നെ ഹിജ്റ ഇസ്മായിൽ ഉണ്ട്, സഫയും മർവയുമുണ്ട്, അറഫയുണ്ട്, മുസ്ദലിഫയുണ്ട്, മിനയുണ്ട്, ജംറയുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളായ ഹിറയുണ്ട്, സൗറുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട മലകളും സ്ഥലങ്ങളും ഒക്കെ അടങ്ങിയ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് പരിശുദ്ധ മക്ക എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമായിരുന്നു പരിശുദ്ധ മക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷമല്ല, ഇബ്രാഹിം നബി മക്കയിലേക്ക് വന്നതിന് ശേഷമല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ പരിശുദ്ധ മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരെ ആ പവിത്രത നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ ഹറം ഉണ്ട് അവിടെ, മക്ക ഹറമുണ്ട്. മക്ക ഹറം എന്ന് പറഞ്ഞാൽ ഒരു മസ്ജിദ് മാത്രമല്ല. മക്ക ഹറമിന്റെ ഏകദേശ അതിർത്തി എന്ന് പറഞ്ഞാൽ 550 മുതൽ 600 വരെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്താൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം. ഇതാണ് പരിശുദ്ധ മക്ക ഹറം എന്ന് പറഞ്ഞാൽ. മക്ക ഹറം എന്ന് പറഞ്ഞാൽ ആ കഅബാലയോ അല്ലെങ്കിൽ കഅബാലയം ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറം മാത്രമല്ല, അത് മസ്ജിദുൽ ഹറമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഏകദേശം 550 മുതൽ 600 വരെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്താൽ വ്യാപിച്ചു കിടക്കുന്ന പരിശുദ്ധമായ ആ ഹറം പ്രദേശത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിന്റെ അതിർത്തികളുണ്ട്. ഈ ഹറമിന് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ് കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. ആ പരിശുദ്ധ ഹറമിന് അതിർത്തികളുണ്ട്. ആ അതിർത്തികളുടെ പേര് തൻഈം എന്നാണ്, ജിറാന എന്നാണ്, ഹുദൈബിയ എന്നാണ്. അതേപോലെ തന്നെ അറഫയുടെ തൊട്ടു മുന്നിലുള്ള ഒരു സ്ഥലം അറഫ, ഹജ്ജിന്റെ ഭാഗമായ അറഫ ഈ മക്ക ഹറം പ്രദേശത്തിൽ ഉൾപ്പെടുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും പണ്ഡിതന്മാരും പറയുന്നത് പരിശുദ്ധ അറഫ പരിശുദ്ധ മക്ക ഹറമിൽപ്പെടുകയില്ല. ആ അറഫ എന്നത് അതിന്റെ പുറത്താണ്, മസ്ജിദ് നമീറയുടെ തൊട്ടു മുൻപ് വരെയാണ്, അല്ലെങ്കിൽ മസ്ജിദ് നമീറയുടെ ഭാഗം വരെ മാത്രമാണ് മക്ക ഹറം ഉൾക്കൊള്ളുന്ന പ്രദേശം എന്നത്. നോക്കൂ നിങ്ങൾ, പല ആളുകളും നമുക്കറിയാം മസ്ജിദ് ആയിഷയിൽ പോയി. തൻഈം എന്ന് പറഞ്ഞാൽ മസ്ജിദ് ആയിഷ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മസ്ജിദ് ആയിഷ. ആ മസ്ജിദ് ആയിഷ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് തൻഈം. അതാണ് ഈ ഹറമിന്റെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഏറ്റവും അടുത്ത ബൗണ്ടറി, ഏറ്റവും അടുത്ത അതിർത്തി എന്ന് പറയുന്നത്. മക്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അതിർത്തി, ഹറമിന്റെ അതിർത്തി തൻഈമാണ്. അതേപോലെ തന്നെ മറ്റൊരു അതിർത്തിയാണ് ജിറാൻ, മറ്റൊരു അതിർത്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ
അറഫയുടെ തൊട്ടു മുൻപിലുള്ള ഒരു സ്ഥലം, നമറയുടെ മസ്ജിദ് നമറയുമായി ബന്ധപ്പെട്ട ഭാഗം. മറ്റൊരു അതിർത്തിയാണ് ഹുദൈബിയ എന്ന് പറയുന്നത്. ഈ ഓരോ അതിർത്തിയിലും നമുക്ക് കാണാൻ കഴിയും, അവിടെ പ്രത്യേകമായി ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ പ്രത്യേകമായി പറയുന്നുണ്ട് അവിടേക്കുള്ള പ്രവേശനം മുസ്ലിംസ് ഓൺലി എന്നതാണ്. ലിൽ മുസ്ലിമീന ഫഖത്ത്, അവിടേക്ക് പ്രവേശനം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ആ പരിശുദ്ധ ഹറമിലേക്ക്, മക്ക ഹറമിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ജിദ്ദയിൽ നിന്ന് വരുമ്പോ, മദീനയിൽ നിന്ന് വരുമ്പോ, ആ അതിർത്തി പ്രദേശത്തിന്റെ പുറം ഭാഗത്ത് നിന്ന് വരുമ്പോ ആ അതിർത്തിയിലേക്കുള്ള എല്ലാ റൂട്ടിലും ഇതേപോലെയുള്ള ഒരു ബോർഡ് കാണാൻ കഴിയും, അവിടേക്ക് പ്രവേശനം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. ജിറാനിലുണ്ട്, തൻഈമിലുണ്ട്, അറഫയുടെ ആ ഭാഗത്തുണ്ട്, ഹുദൈബിയയിലുമുണ്ട്. ഹുദൈബിയ എന്ന് ഞാൻ ആവർത്തിച്ചു പറയാനുള്ള കാരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞ സ്ഥലത്തിന്റെ പേരാണെന്ത്? ഹുദൈബിയ. മദീനയിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിലേക്ക് വരുമ്പോ, മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് ശത്രുക്കളായ ആളുകൾ തടഞ്ഞ സ്ഥലത്തിന്റെ പേരാണെന്ത്? ഹുദൈബിയ. എന്തുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ അവർ തടയാനുള്ള കാരണം എന്തുകൊണ്ടാ? മുസ്ലിമായി എന്ന കാരണത്താൽ, ഇസ്ലാമിന്റെ മക്കളായി എന്ന കാരണത്താൽ. ആരാ തടഞ്ഞത്? മുസ്ലിം അല്ലാത്തവർ. പക്ഷേ അള്ളാഹു വലിയവനാണ്, അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. പിൽക്കാലത്ത് ആർക്കാണ് ഇവിടേക്ക് പ്രവേശനം? മുസ്ലിമീങ്ങൾക്ക് മാത്രം. ഖിയാമത്ത് നാൾ വരെ ആ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശനം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ആ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണത്. ഒരു കാലത്ത് തടഞ്ഞെങ്കിൽ, അവിടെ ക്ഷമിച്ചെങ്കിൽ, അവിടെ പടച്ച റബ്ബിന് വേണ്ടി യുക്തിപരമായ ബുദ്ധിപരമായ തീരുമാനമെടുത്തെങ്കിൽ തീർച്ചയായും ഖിയാമത്ത് നാൾ വരെ പടച്ച റബ്ബിന്റെ തീരുമാനപ്രകാരം അവിടേക്കുള്ള പ്രവേശനം മുസ്ലിമീങ്ങൾക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, ആ മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ പരിശുദ്ധ ഹറം, മക്ക ഹറമിലേക്ക് പ്രവേശിച്ച് പിന്നെയുള്ളത് മസ്ജിദുൽ ഹറമാണ്. കഅബാലയം ഉൾക്കൊള്ളുന്ന ആ പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദുൽ ഹറം എന്നുള്ളത്. ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ ലോകത്തൊന്നാമതായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിന്റെ പേരാണ് മസ്ജിദുൽ ഹറം ഉൾക്കൊള്ളുന്ന കഅബാലയം ഉൾക്കൊള്ളുന്ന സ്ഥലം. ആ കഅബാലയം അതിനു ചുറ്റുമുള്ള മസ്ജിദുൽ ഹറം. വിശുദ്ധ ഖുർആനിന്റെ വാചകം കാണാൻ കഴിയും കഅബാലയത്തെ കുറിച്ച്. ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാരകൻ വഹുദൻ ലിൽ ആലമീൻ. ലോകത്ത് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഒന്നാമത്തെ ഭവനത്തിന്റെ പേരാണ് കഅബ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, പടച്ച റബ്ബിനെ ആരാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി തിരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ പേരാണ് മക്ക, കഅബ. കഅബ എന്നുള്ള പേര് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തുൽ ഹറാം ഖിയാമൻ ലിന്നാസ്. ആ പവിത്രമായ ഭവനത്തെ അഥവാ കഅബയെ അല്ലാഹു ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ പരിശുദ്ധമായ കഅബാലയം കെട്ടി ഉയർത്തിയത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടിയാണ്. അവരാണ് ആ കഅബാലയത്തെ ഉയർത്തിയത്. എന്നാൽ ആദ്യമായ കഅബാലയം നിർമ്മിച്ചത് ഇവരല്ല എന്നാണ് ഖുർആനിന്റെ വാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ഖുർആൻ ആ ഭവനത്തെ കുറിച്ച് പറയുന്നത് വൽയതവഫു ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ ആ ഭവനത്തെ നിങ്ങൾ തവാഫ് ചെയ്യുക എന്നതാണ്. അതിപുരാതന ഭവനം, അതാണ് ബൈത്തുൽ അതീഖ്, അതിപുരാതന ഭവനം. ആ ഭവനത്തെ അഥവാ കഅബാലയത്തെ നിങ്ങൾ തവാഫ് ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ഭവനം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് വരുന്നതിന് മുമ്പേ അതിന്റെ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. അതാദ്യം നിർമ്മിച്ചത് മലക്കുകളാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിൽക്കാലത്ത് പല പ്രവാചകന്മാരും ഉയർത്തിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ അവിടെ കഅബാലയമില്ല.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കഅബാലയമില്ല, പക്ഷേ കഅബാലയത്തിന്റെ സ്ഥാനമുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ദ ബൈത്തിക്കൽ മുഹറം, ഈ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ, ഈ പവിത്രമായ ഭവനത്തിന്റെ അടുക്കൽ ഞാനിതാ എന്റെ മക്കളെ തനിച്ചാക്കി തിരിച്ചു പോകുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഅബയില്ല അവിടെ, പക്ഷേ മുൻപ് അവിടെ കഅബയുണ്ടായിരുന്നു. അതിന്റെ സ്ഥാനം എവിടെയാണോ അവിടെ ഒന്ന് കെട്ടിയുയർത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ അല്ലാഹു തീരുമാനിച്ചു കൊടുത്ത സ്ഥലത്ത്, പടച്ച റബ്ബ് പറഞ്ഞ സ്ഥലത്ത്, കഅബാലയം ഉണ്ടായ സ്ഥാനത്ത് അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരിശുദ്ധമായ കഅബാലയത്തെ ഉയർത്തി എന്നതാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ആ പരിശുദ്ധമായ ഭവനത്തെ ഉയർത്തിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ചരിത്രം നമ്മൾ വിശദമായി തന്നെ മുൻപൊരു ക്ലാസ്സിലൂടെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് വിശദമായി പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ കഅബ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഒത്ത നടുവിലാണ്, സെൻട്രലാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിലെ ആകാശത്തേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത്, ബൈത്തുൽ മഅമൂർ ഞാൻ കണ്ടു. ബൈത്തുൽ മഅമൂർ ആകാശത്തെ കഅബാലയമാണ്. ആ ആകാശത്തെ കഅബാലയം ഭൂമിയുടെ കഅബാലയത്തിന്റെ നേരെ മേലെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും താഴേക്കിട്ടാൽ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ബൈത്തുൽ മഅമൂറിൽ നിന്ന് എന്തെങ്കിലും താഴേക്കിട്ടാൽ അത് നേരെ വന്ന് വീഴുക ഭൂമിയിലെ കഅബയുടെ മേലെയായിരിക്കും. അത്രയും ആ രൂപത്തിൽ കഅബാലയത്തെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഏറ്റവും ഒത്ത നടുവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പരിശുദ്ധ കഅബ ലോക മുസ്ലിമീങ്ങളുടെ ഖിബലയാണ്. ലോകത്തേത് സ്ഥലത്ത് ജീവിക്കുന്നവനാവട്ടെ, ഏത് ഗ്രാമത്തിൽ ജീവിക്കുന്നവനാകട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, രാജ്യക്കാരനാവട്ടെ, അവന്റെ കഅബ, അവന്റെ ഖിബല പരിശുദ്ധ കഅബയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ ഖിബല മാത്രമല്ല, മരണപ്പെട്ടവരുടെയും ഖിബല പരിശുദ്ധ കഅബയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ കഅബക്ക് നേരെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഖിബലക്ക് നേരെ തിരിച്ചു കിടത്തുക എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുള്ളത്. മാത്രവുമല്ല, അവിടുത്തെ ഓരോ സൽക്കർമ്മത്തിനും വലിയ പ്രതിഫലമാണ്. 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ് ഒരു റക്അത്തിന്. 1,00,000 റക്അത്തിന്റെ പ്രതിഫലം. ഒരു സുബ്ഹി നമസ്കരിച്ചാൽ 1,00,000 സുബ്ഹി, ഒരു അസർ നിസ്കരിച്ചാൽ 1,00,000 അസർ, ഒരു വഖ്ത് നിസ്കരിച്ചാൽ 1,00,000 വഖ്ത്തിന്റെ പ്രതിഫലം. അതാണ് പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലോകത്താർക്കെങ്കിലും പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 3 പള്ളികളേ ഉള്ളൂ. അതിലൊന്നാമത്തെ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഹറം, കഅബാലയം ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറം. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറം, രണ്ടാമത്തേതോ മസ്ജിദുൻ നബവി, മൂന്നാമത്തേതോ മസ്ജിദുൽ അഖ്സ. ഇന്നും ജൂതന്മാരുടെ കൈകളിൽ ഉള്ള ആ പരിശുദ്ധ മസ്ജിദുൽ അഖ്സ, ആ പരിശുദ്ധ മസ്ജിദുൽ അഖ്സ നമ്മളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് എത്രയും വേഗം തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഈ 3 പള്ളിയിലേക്കല്ലാതെ വേറൊരു പള്ളിയിലേക്കും പാടില്ല. പള്ളി കാണാനൊക്കെ പോകാം, ഒരു പുതിയ പള്ളി വന്നു കണ്ടാൽ എന്നറിഞ്ഞാൽ അത് കാണാൻ പോകാം. ഒരു വലിയ പള്ളി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പള്ളിയൊക്കെ കാണാൻ വേണ്ടി പോകാറുണ്ട്. എന്നാൽ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ച് നമുക്കങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. ഇന്നൊരാളുടെ മയ്യത്ത് അവിടെയുണ്ട്, ഒരാളുടെ ഖബർ അവിടെയുണ്ട്, ആ ഖബർ ഇല്ല, അതുകൊണ്ടൊന്നും ഒരു പള്ളിക്ക് പ്രത്യേകതയില്ല. അതുകൊണ്ടൊന്നൊരു പള്ളിക്ക് പ്രത്യേകതയില്ല. സാധാരണ ആളുകൾ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നിട്ട് വലിയൊരു ബോർഡ് ഉണ്ടാകും, വലിയൊരു പോസ്റ്റ് ഉണ്ടാകും. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള എല്ലാ പള്ളിയുടെയും അവിടെ ഓരോ മക്കാമിന്റെ ജാറത്തിന്റെ പേര് വെച്ച് ഓരോ ബോർഡ് നമുക്ക് കാണാൻ കഴിയും. അവിടേക്കൊക്കെ ആളുകൾ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കും. അവിടെയൊക്കെ പോയി ജാറം വിസിറ്റ് ചെയ്യും. ഇല്ല, അങ്ങനത്തെ ഒരു യാത്ര, പുണ്യമാഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് തവാഫ് ചെയ്യാൻ
അനുവദിച്ചിട്ടുള്ള ഏക കേന്ദ്രം പരിശുദ്ധ കഅബയാണ്. തവാഫ് ചെയ്താൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏക കേന്ദ്രം പരിശുദ്ധ കഅബയാണ്. ഈ പരിശുദ്ധ കഅബയല്ലാത്ത മറ്റൊരു സ്ഥലത്ത് പ്രത്യേകമായി നിങ്ങൾ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, തവാഫിന്റെ പ്രതിഫലം എത്ര? തവാഫിന്റെ പ്രതിഫലം എത്ര? ഓരോ കാലടി വെക്കുമ്പോഴും 3 പ്രത്യേകതകളാണ്. 3 അടി വെക്കുമ്പോഴല്ല, 3 കാലടി വെക്കുമ്പോഴല്ല, ഒരു കാലടി വെച്ചാൽ 10 നന്മകൾ രേഖപ്പെടുത്തും, 10 തിന്മകൾ മായ്ച്ചു കളയും, 10 ദറജകൾ ഉയർത്തപ്പെടും. ഇതാണ് തവാഫിന്റെ പ്രതിഫലം. ഒരു തവാഫ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ഓരോ കാലടികളും മുന്നോട്ട് വെക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു കാലടി വെക്കുമ്പോൾ 10 നന്മകൾ രേഖപ്പെടുത്തും, 10 തിന്മകൾ മായ്ച്ചു കളയും, അള്ളാഹുവിങ്കൽ 10 ദറജകൾ ഉയർത്തപ്പെടും, രേഖപ്പെടുത്തപ്പെടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ഉംറയ്ക്ക് വേണ്ടി അവിടെ എത്തിപ്പെട്ട ഒരാൾ ആദ്യമായി ചെയ്യുക കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. എവിടുന്നാണ് തവാഫ് ആരംഭിക്കുക? എവിടുന്നാണ് തവാഫ് ആരംഭിക്കുക? ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത്. ഹജറുൽ അസ്വദ് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കാണിക്കാം. ഇനി അതല്ല, കൈ കൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ ആ കൈ കൊണ്ട് തൊടുക, അതല്ലെങ്കിൽ നേർക്കുനേരെ ചുംബിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തവാഫ് ആരംഭിക്കേണ്ടത്. ഹജറുൽ അസ്വദ് എന്നാണ് ആ കല്ലിന്റെ പേര്. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് അർത്ഥം. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്തത് എന്നാണ്, കറുത്ത കല്ല് എന്നാണ്. ഈ കല്ല് സാധാരണ മറ്റു കല്ലുകളെ പോലെയുള്ള ഒരു കല്ലല്ല. ഒരുപാട് കല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കല്ലിന്റെ പ്രത്യേകതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു കല്ലല്ല ഹജറുൽ അസ്വദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ധാരാളം ഹദീസുകളുണ്ട് ഹജറുൽ അസ്വദിനെ കുറിച്ച്. അൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ്. ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വഹുവ അശദ്ദു ബയാനം മിനൽ ലബൻ. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെടുന്ന സമയത്ത് അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു, നല്ല വെളുത്ത നിറമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, തമസല്ലാഹു നൂറഹുമാ, അല്ലാഹു അതിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞതാണ്. നല്ല വെളുത്തതായിരുന്നു, അല്ലാഹു അതിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു, വലൗലം യത്മിസു നൂറഹുമാ ലഅളാഅതാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു അതിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമാസകലം പ്രകാശഭൂരിതമാകുമായിരുന്നു. അത്രമേൽ പ്രകാശമുണ്ടായിരുന്നു ഹജറുൽ അസ്വദിന് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫസവ്വദതുഹു ഖത്തായ ബനി ആദം. എന്നാൽ ആദമിന്റെ മക്കളുടെ പാപം മൂലം ആ പരിശുദ്ധ കല്ല് ഹജറുൽ അസ്വദ് കറുത്തുപോയതാണ് എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, അവിടെ എത്തിപ്പെട്ട ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് ഹജറുൽ അസ്വദ് മുത്തുക എന്നത്. പക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചുകൊള്ളണമെന്നില്ല. ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. ആ കല്ല് മുത്താൻ, ആ കല്ലിനെ തൊടാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അങ്ങനെ തൊടാൻ കഴിഞ്ഞാൽ, മുത്താൻ കഴിഞ്ഞാൽ വലിയ സുന്നത്താണ്. പലപ്പോഴും നമുക്കറിയാം, ചില ആളുകൾക്ക് നിർബന്ധം പോലെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ആ കല്ലിനെ മുത്തിയേ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കല്ലിനെ മുത്തൽ സുന്നത്തും മറ്റുള്ളവരെ ഉപദ്രവിക്കൽ ഹറാമുമാണ്. പ്രത്യേകിച്ച് ഇഹ്റാമിലായിരിക്കും ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച്, മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് എങ്ങനെയെങ്കിലും ഹജറുൽ അസ്വദ് മുത്തണം എന്നുള്ള രൂപത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടൊരാളും ആ കർമ്മത്തിന് വേണ്ടി നിൽക്കാൻ പാടില്ല. എന്നാൽ എന്നും അവിടെ തിരക്കുണ്ടാകും. സാധാരണ ആളുകളൊക്കെ ചോദിക്കും, എപ്പോഴാണ് അവിടെ തിരക്ക് കുറഞ്ഞ സമയമെന്ന്, അല്ലേ? എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പോകാന്നൊക്കെ പറയും. ഇതുപോലെ ഏകദേശം എല്ലാവരും അങ്ങനെ വിചാരിക്കും. എപ്പോഴും തിരക്കാണ്, 24 മണിക്കൂറും അവിടെ തിരക്കാണ്. പക്ഷേ കുറച്ചൊന്ന് ഒരു ക്ഷമയോടുകൂടെ
നന്നായി വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ മുത്താൻ പറ്റിയേക്കാം. അതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് സ്വന്തം അപകടം വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അപകടപ്പെടുത്തുകയോ ചെയ്ത് ആ കല്ല് മുത്തേണ്ടതില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മുത്തുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മഹാനായ ഇബ്നു ഉമർ ഹജറുൽ അസ്വദിനെ തൊട്ട് മുത്താറുണ്ടായിരുന്നുവെന്നും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മസ്ഹഹുമാ കഫാറത്തുൻ ലിൽ ഖത്തായാ. അതിനെ എങ്ങാനും ആരെങ്കിലും സ്പർശിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. പരിശുദ്ധമായ ഹജറിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഈ കല്ലിനെ കൊണ്ടുവരും. ഏത് കല്ലിനെ? ഹജറുൽ അസ്വദിനെ കൊണ്ടുവരും. ലഹു ഐനാൻ യുബ്സിറു ബിഹിമാ വലിസാനു യൻതിഖു ബിഹി. അതിന് ആ കല്ലിന് നാവുണ്ടാകും, രണ്ട് ചുണ്ടുകളുണ്ടാകും. സംസാരിക്കൂ ആ കല്ല്. നോക്കൂ നിങ്ങൾ, ആ കല്ല് കാണും. എന്നിട്ട് യശ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ, ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് അതിനെ ചുംബിക്കുകയോ അതിനെ തൊടുകയോ ചെയ്ത ആളുകൾക്ക് വേണ്ടി ആ കല്ല് സാക്ഷി പറയുമെന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്ലാണ് ഹജറുൽ അസ്വദ്. പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ഹജറുൽ അസ്വദ്. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. ശരി, അവിടെ നിന്ന് ഒരൽപ്പം മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം പരിശുദ്ധമായ മഖാമു ഇബ്രാഹിം. തവാഫ് ആരംഭിച്ച് ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. എന്താണ് മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി പരിശുദ്ധമായ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുകയാണ്. ആ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഓരോ കല്ലെടുത്ത് വെച്ച് ചുമര് പൊന്തിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് കയ്യെത്തുന്നില്ല മേലേക്ക് കല്ലുകൾ വെക്കാൻ. അങ്ങനെ ഇസ്മായിൽ നബി കുറച്ച് ദൂരേക്ക് പോവുകയും കുറച്ച് കയറി നിൽക്കാൻ പറ്റുന്ന കുറച്ചു വലിയൊരു കല്ല്, ആ കല്ലെടുത്തു കൊണ്ടുവരികയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിട്ട് കൊടുക്കുകയും ചെയ്തു. അതിന്മേൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്നുവെന്നാണ്. ആ കല്ലിനെ കുറിച്ച് ഹദീസുകളിലുണ്ട്. അത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തേക്ക് പോയി എവിടെന്നെങ്കിലും ഒരു കല്ല് കിട്ടട്ടെ എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് ആ കല്ല് തന്നെ തിരഞ്ഞെടുക്കാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ കല്ല് തന്നെ എടുത്തുകൊണ്ടുവരികയും ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിൽക്കുകയും അവസാനം ഇന്നും നമുക്കറിയാം, ഈ പിക്ചറിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം ആ കല്ലിൽ പതിഞ്ഞു. ഇന്നതിന്റെ ഏകദേശം രൂപമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ കല്ലിൽ പതിഞ്ഞുവെന്നാണ്. അതൊരു ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആൻ ആ കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. കണ്ടോ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ കല്ലാണത്. ആ കല്ലിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്നത്. ആ കല്ല് പരിശുദ്ധ കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കല്ല് ആ വാതിലിന്റെ കഅബയുടെ വാതിലിന്റെ അടുത്ത് ഉപേക്ഷിച്ച് പോയി എന്നാണ്. അവർ തന്നെ ഇട്ട് പോയി എന്നാണ്. കാരണം പിന്നെ ആ കല്ലിന്റെ ആവശ്യമില്ലല്ലോ. കാലങ്ങളോളം ആ കല്ല് പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന്റെ തൊട്ടു മുന്നിലായിരുന്നു. പിൽക്കാലത്ത് രണ്ട് പ്രശ്നങ്ങൾ വന്നു. ഒന്നാമത്തെ പ്രശ്നം, ആളുകൾ അവിടെ ഉംറയ്ക്ക് വേണ്ടി എത്തിപ്പെടുന്നവർ ഹജറുൽ അസ്വദിനെ കാണുന്നത് പോലെ ഈ കല്ലിനെയും മുത്താൻ തുടങ്ങി, ഈ കല്ലിനെയും സ്പർശിക്കാൻ തുടങ്ങി. അതിന് പ്രത്യേകമായി ആ രൂപത്തിൽ ഹജറുൽ അസ്വദിനെ കാണുന്നത് പോലെ ഈ കല്ലിനെയും ആളുകൾ കാണാൻ തുടങ്ങി. മാത്രവുമല്ല, ആളുകൾ വർദ്ധിച്ചു വന്ന സമയത്ത് തവാഫ് ചെയ്യാൻ ആളുകൾക്കൊരു ബുദ്ധിമുട്ടായി മാറി. അങ്ങനെ വന്നപ്പോൾ ഫൈസൽ രാജാവിന്റെ കാലത്ത് ഒരു പളുങ്കുപാത്രത്തിലാക്കി ആ പരിശുദ്ധ കഅബാലയത്തിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കുകയും പിൽക്കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ചില്ലിന്റെ കൂടാരത്തിലേക്ക് മാറ്റുകയും ഈ രൂപത്തിൽ അവിടെ സംവിധാനിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് കല്ലും സാധാരണ കല്ലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്ന കാലഘട്ടം നമുക്കറിയാം. കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരയുടെ മൂർഖൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും അവയ്ക്ക് നേർച്ച വഴിപാടുകൾ നൽകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. എല്ലാ കല്ലിനെയും അവർ ആരാധിച്ചിരുന്നു.
പക്ഷേ ഈ 2 കല്ലുകൾ അവർ തൊട്ടിരുന്നില്ല, എന്ന് പറഞ്ഞാൽ ആരാധിച്ചിരുന്നില്ല. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കുകളായ ആളുകൾ എല്ലാ കല്ലുകളെയും ആരാധിച്ചപ്പോ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ, ഹുബിലിന്റെ, വദ്ദിന്റെ, സുവാഇന്റെ, യഹൂസിന്റെ, യഹൂക്കിന്റെ, നസുറിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ, മറ്റുള്ള കല്ലുകൾ പ്രത്യേകമായ പ്രതിമകളാക്കി വെച്ചപ്പോ, അവയൊക്കെ ആരാധിച്ചപ്പോ, അവക്കൊക്കെ ദിവ്യത്വം കൽപ്പിച്ചപ്പോ ഈ 2 കല്ലുകളെ അവരാരാധിച്ചിരുന്നില്ല, അവർ ബഹുമാനിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ശരി, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഹിജ്ർ ഇസ്മായിൽ. പരിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ട് ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ കുറച്ചു മുന്നിലേക്ക് പോയാൽ മഖാം ഇബ്രാഹിം കഴിഞ്ഞാൽ അവിടെ നിന്നങ്ങോട്ട് കുറച്ചുകൂടെ പോയാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഹിജ്ർ ഇസ്മായിൽ. ഒരു ആർച്ചിന്റെ രൂപത്തിൽ ഒരു അരമതിൽ കെട്ടി അവിടെ പ്രത്യേകമാക്കപ്പെട്ട ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഹിജ്ർ ഇസ്മായിൽ. അത് കഅബാലയത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ അകത്ത് നിസ്കരിച്ചാൽ കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് പോലെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആയിഷ ബീവി അടക്കമുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി പോയല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞ് ആദ്യം അവർ ഉംറ നിർവഹിച്ചു, പിന്നീട് അവർ ഹജ്ജ് നിർവഹിച്ചു. അങ്ങനെ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാൻ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ആഗ്രഹം, എനിക്കൊന്ന് അവിടെ പോയി ആ പരിശുദ്ധ കഅബയിൽ പോയി ഒന്ന് നമസ്കരിക്കണം. മക്കം ഫത്ഹ് കഴിഞ്ഞ ശേഷമാണ്. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്, ആയിഷ, ആ കഅബാലയം ഞാൻ അടച്ചു കഴിഞ്ഞു, അതിന്റെ താക്കോൽ അതേ സൂക്ഷിപ്പുകാരനെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിസ്കരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹിജ്ർ ഇസ്മായിൽ കൊണ്ടുപോയി ആയിഷ ബീവിയെ നമസ്കരിപ്പിക്കുകയും ഇത് കഅബയുടെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന കഅബയുടെ രൂപത്തിലല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയത് ആ ഹിജ്ർ ഇസ്മായിൽ അടക്കം ഒരു മതിലാക്കി, അതും ചുമരാക്കി, ആ രൂപത്തിലാണ്. അതും ഉയർന്നാൽ എങ്ങനെ ഉണ്ടാകും? അത് മുഴുവനായി കെട്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയത്. പിൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നമ്മൾ മുൻപ് കഅബയുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സുള്ള കാലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സുള്ള കാലത്ത് ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. ആ സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശികളായ ആളുകൾ ഒരു നിബന്ധന വെക്കുകയുണ്ടായി. ഈ കഅബാലയത്തിന്റെ പണിക്ക്, ഈ കഅബാലയം ഉയർത്തുന്നതിലേക്കുള്ള സമ്പാദ്യം ഹലാലായ സമ്പാദ്യം മാത്രമായിരിക്കണം. പലിശയിലൂടെ നേടിയത്, വ്യഭിചാരത്തിലൂടെ നേടിയത്, മദ്യം വിറ്റ് നേടിയത്, ഹറാമിലൂടെ സമ്പാദിച്ചത് ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് കൊണ്ടുവരരുത്. ആരാ പറഞ്ഞത്? ഖുറൈശികളായ ആളുകൾ, മുസ്ലിമീങ്ങളല്ല. കാരണം ഇത് പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണമാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഹലാലായ സമ്പാദ്യം കൊണ്ടുവന്നു. പക്ഷേ അവർ കുറച്ചു കഅബാലയത്തിന്റെ പണി പൂർത്തിയാകുന്ന സമയത്ത് അവരിങ്ങനെ നോക്കുമ്പോ ആദ്യം ഉണ്ടായതുപോലെ, അഥവാ ഹിജ്ർ ഇസ്മായിൽ അടക്കം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ഉയർത്തിക്കെട്ടിക്കൊണ്ട് ഒരു കഅബാലയത്തിന്റെ രൂപമുണ്ടാക്കാൻ അവരുടെ സമ്പാദ്യം തികഞ്ഞില്ല എന്നാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ കഅബാലയത്തിന്റെ ആ ചുമർ കെട്ടിപ്പൊക്കുകയും ആ രൂപത്തിൽ നിലനിർത്തുകയും ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു പഴയതുപോലെ ആ കഅബാലയമാക്കണമെന്ന്. അഥവാ ഹിജ്ർ ഇസ്മായിൽ അടക്കം ഉയർത്തിക്കെട്ടി ഇബ്രാഹിം നബി എങ്ങനെയാണോ കഅബാലയം നിർമ്മിച്ചത് അതുപോലെ നിർമ്മിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞൊരു വാചകം കാണാൻ കഴിയും, വലൗല അന്ന ഖൗമിക ഹദീസുൻ അഹ്ദുകും ബിൽ ജാഹിലിയ്യ. ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, പുതിയ കുറെ ആളുകളിലെ, ഇസ്ലാമിലേക്ക് വന്ന ആളുകളിലെ, അവരൊക്കെ ജാഹിലിയത്തിൽ നിന്നും വന്നവരാണ്. ഫഅഖാഫു അൻ തുൻകിറ ഖുലൂബകും അൻ ഉദ്ഖിലൽ ജദ്റ ഫിൽ ബൈത്ത്. അവരുടെ ഹൃദയത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ഹിജ്റിന്റെ ഭാഗം ഞാൻ കഅബക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമായിരുന്നു, അങ്ങനെ ആ ഭാഗം ഞാൻ ഉയർത്തിക്കെട്ടുമായിരുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. അതാണ് ഹിജ്ർ ഇസ്മായിൽ. അത് ഇസ്മായിൽ നബിയുടെ ജാറല്ല,
ഇസ്മായിൽ നബിയുടെ മഖ്ബറയല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കഅബാലയം ഹാജറ ബീവിയുടെ മഖ്ബറയാണ്. ഹിജ്റ ഇസ്മായിൽ നബിയുടെ ജാറമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്തിനാണെന്നറിയോ? നാട്ടിൽ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ മഖ്ബറകളിലേക്കും ജാറങ്ങളിലേക്കും സിയാറത്തിന് പോകാൻ ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറയാൻ, അത് തെളിവായി കാണിക്കാൻ, അതിനു വേണ്ടിയാണ് പരിശുദ്ധമായ കഅബാലയത്തെ ഹാജറ ബീവിയുടെ മഖ്ബറയാണെന്നും ആ കഅബാലയത്തോടടുത്ത് നിൽക്കുന്ന ഹിജ്റ ഇസ്മായിൽ നബിയുടെ ജാറമാണെന്നും പച്ചമലയാളത്തിൽ എഴുതി വെക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. അത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. അതിന്റെ അകത്ത് നിസ്കരിച്ചാൽ കഅബക്കുള്ളിൽ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. അതുപോലെയാണ്. ശരി, അവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ റുക്നുൽ യമാനിയുണ്ട്. റുക്നുൽ യമാനിയിൽ പ്രത്യേകമായി പ്രതിഫലമൊന്നുമില്ല, പ്രത്യേകമായി മുത്തലൊന്നുമില്ല. തൊടാൻ പറ്റിയെങ്കിലൊന്ന് തൊടാ എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാ പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച് 7 പ്രാവശ്യം കഅബാലയത്തിന്റെ ആ തവാഫ് പൂർത്തിയാക്കി മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു തവാഫ് പൂർത്തിയായി. പിന്നെ അവിടെയുണ്ട് സംസം, പിന്നെ അവിടെയുണ്ട് സഫ മർവ, അവിടെ ഹജ്ജിന്റെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രത്യേകതകളുണ്ട്. എന്തിനാണ് മിനയിൽ തന്നെ പോയി നിൽക്കാൻ പറഞ്ഞത്? എന്താണ് മിനയുടെ പ്രത്യേകത? എങ്ങനെയാണ് സംസം ഉണ്ടായത്? എന്താണ് സംസമിന്റെ മഹത്വം? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത അവസരത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ച് വായിക്കാനും പഠിക്കാനും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും, അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അതിനേക്കാൾ സന്തോഷത്തോടെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഞങ്ങളുടെയൊക്കെ വാപ്പമാരിൽ പലരും, ഉമ്മമാരിൽ പലരും, വല്ലിപ്പമാരിൽ, വല്ലിമ്മമാരിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പലരും അള്ളാഹുവേ നിന്നിലേക്ക് യാത്രയായി. അവരൊക്കെ നീ ബർസഖി ജീവിതത്തിലാണ്. അവർക്ക് നീ സന്തോഷം നൽകണമേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്റെ ബറക്കത്തും റഹ്മത്തും അബദ്ധത്തും നിലനിർത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിന്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പല രൂപത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, ചെയ്തവരുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവർ, കടം, ചെറുതും വലുതുമായ കടങ്ങളുള്ളവർ, വീടിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കല്യാണപ്രായമെത്തിയ മക്കൾ, അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ഇണകളെ ആഗ്രഹിക്കുന്നവർ, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പലരും പല ആവശ്യങ്ങൾക്കായി നമ്മളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അർഹമായ രൂപത്തിൽ എന്താണോ അവരുടെ ഹലാലായ ആഗ്രഹം അതെല്ലാം പൂർത്തീകരിച്ച് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ പ്രവാചകന്മാർക്കൊപ്പം, സുദ്ദീഖുകൾക്കൊപ്പം, ശുഹദാക്കൾക്കൊപ്പം, സ്വാലിഹികൾക്കൊപ്പം സന്തോഷത്തോടുകൂടെ കഴിയുന്നവരിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله